ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവിൽ. ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു Q&A സെഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എൻ്റെ ഈ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിന് ഇന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ന്യൂ ഇയർ റെസൊല്യൂഷൻ? സോ ഞാൻ എല്ലാ വട്ടവും ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻ പ്ലാൻ ചെയ്യാറുണ്ട് ആക്ച്വലി, പക്ഷെ ഒന്നും നടക്കാറില്ല. ഡെയിലി ഓരോ പ്ലാനിങ് ഉണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ നവംബർ തൊട്ടിപ്പം ഏകദേശം നല്ലപോലെ വെള്ളം കുടിക്കാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ പറയും എൻ്റെ കൈ ഭയങ്കര ഡ്രൈങ് ആണെന്നൊക്കെ. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കും. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിലൊക്കെ വാങ്ങി. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നാറുണ്ട്. സോ ഞാൻ ഇപ്പം നല്ലതായിട്ട് എന്നെ തന്നെ ഹൈഡ്രേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? അപ്പം ഫുഡിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സ്പെഷ്യലി ഈ ഫുഡാണ് ഇഷ്ടം അങ്ങനൊന്നുമില്ല. ഞാൻ എന്തും കഴിക്കും. പിന്നെ എനിക്കിപ്പം ജങ്ക് ഫുഡ്സിൽ എനിക്ക് KFC ആക്ച്വലി ഇഷ്ടമാണ്. പിന്നെ ചോറും കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എപ്പോഴും കഴിക്കും. കാരണം നമ്മൾ ഈ കസിൻസ് എല്ലാം കൂടെ കൂടുമ്പോൾ വൈകിട്ട് ഫുഡെല്ലാം വാങ്ങിക്കും പുറത്തുനിന്ന്. ഇപ്പം ഒരു പൊറോട്ടയാണെങ്കിൽ ഞാൻ ഒരു പൊറോട്ട മാത്രം കഴിച്ചിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് എനിക്കൊരു അമ്മായി ഉണ്ട്, പുള്ളിക്കാരി അമ്മായി എന്നിട്ട് ചോറ് തരട്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ ഇപ്പം ജിമ്മിലൊക്കെ പോയി ഡയറ്റ് ഒക്കെ നോക്കുന്നതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാറില്ല. പിന്നെ എനിക്ക് പുട്ടും കടലയും പപ്പടവും ആ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു പ്രിഫർ ടു സ്റ്റേ ഇൻ ഓർ ഗോ ഔട്ട്? ആക്ച്വലി എല്ലാവരും പോലെ തന്നെ എനിക്കും പുറത്ത് പോകണം എന്നാണ് ഇഷ്ടം. പക്ഷെ എനിക്കധികം ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് പോകാറില്ല. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ അമ്മയുടെ കൂടെ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ എനിക്കിഷ്ടമാണ്. കാരണം കുറേ സാധനങ്ങൾ അപ്പം പെറുക്കി ഇടാം. പിന്നെ അനിയൻ കുറച്ച് കൊണ്ടുപോകും, ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ പുറത്ത് പോകാറില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് പുറത്ത് പോകാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ബിക്കം സ്ട്രേഞ്ച്? ഇത് ആക്ച്വലി നല്ല രസമില്ലേ മൈക്കിലൂടെ ഈ സൗണ്ട് ഒക്കെ? കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? ഹാവ് യു ബിക്കം സ്ട്രേഞ്ചർ ടു സംവൺ? ഹാവ് എനിവൺ ബിക്കം സ്ട്രേഞ്ചർ? അങ്ങനെ ചോദിച്ചാൽ ഒബ്വിയസ്ലി യെസ്. ബിക്കോസ് എല്ലാവർക്കും കാണും അങ്ങനെ നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ട് പെട്ടെന്ന് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർ. എനിക്കും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നെവർ ഗെറ്റ് അഡിക്റ്റഡ് ടു സംവൺ. കാരണം അവർ ഇപ്പോൾ പോയി കഴിഞ്ഞാലും നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി അതിൽ നിന്നും റിക്കവർ ആവാനായിട്ട് കുറേ താമസം എടുക്കും. സോ അങ്ങനെ പോയി പിന്നെ അയാൾ പിന്നെ വിളിച്ചില്ലല്ലോ, മാസം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു, ചിലപ്പോൾ ഫോർ എവർ അവർ നമ്മളെ വിളിക്കാറില്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പോവും. പിന്നെ നമുക്ക് വേറെ കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അങ്ങനെ സ്ട്രേഞ്ചർ ആവുന്നവർ പൊക്കോട്ടെ, ജസ്റ്റ് കട്ട് ചെയ്യുക അവരെ, അത്രേ പറയാനുള്ളൂ. അടുത്ത ഫേവറേറ്റ് മൂവി. ഫേവറേറ്റ് മൂവിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ പടമൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. എനിക്ക് ആനന്ദഭദ്രം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അനാർക്കലി മൂവി നല്ല ഇഷ്ടമാണ്. സൂഫി സുജാത, എനിക്ക് അങ്ങനത്തെ ഒരു ജേണൽ ഓഫ് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. കാരണം ഞാൻ പെട്ടെന്ന് ആൾക്കാരായിട്ട് കമ്പനി ആവും. പക്ഷെ അതിൽ നിന്നും എനിക്ക് കുറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഞാൻ അയാളോട് എൻ്റെ ലൈഫിലുണ്ടായ എല്ലാ കാര്യവും പറയാറുണ്ട്. സോ അതിൻ്റെ പേര് ഞാൻ കുറെ കേൾക്കാറുമുണ്ട്. സോ അത്രയും എക്സ്ട്രോവേർട്ട് ആവാൻ പാടില്ല. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, അമ്മ, അമ്മമ്മ, അനിയൻ. അനിയൻ ഇപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു. അവൻ എബ്രോഡ് പോകാനായിട്ടുള്ള പ്ലാൻസിലാണ്. ഡാൻസർ ആണോ? എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റയിലെ ഫോട്ടോസ് കണ്ടിട്ടായിരിക്കും. അത് ഞാൻ ഒരു 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാനിപ്പം കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ RLV ഗായത്രി വിജയകുമാർ, അതാണ് എൻ്റെ ടീച്ചറിൻ്റെ പേര്. ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് നന്നായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്.
ആദ്യമൊക്കെ ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. ഞാൻ മുമ്പേ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളോട് എല്ലാം പറയും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഞാനിപ്പോൾ ഏജ് ആയി, ഞാൻ വളരുന്ന അനുസരിച്ചിട്ട് കുറെ തിരിച്ചറിവ് എനിക്ക് മനസ്സിലായി. വി ഷുഡ് നോട്ട് ഗെറ്റ് അഡിക്റ്റഡ് ടു ദാറ്റ് പേഴ്സൺ ദാറ്റ് മച്ച്. കാരണം അതിൽ നിന്നും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രണ്ട് സർക്കിൾ. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കുറവാണ്. കാരണം എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പം ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ സ്പെസിഫിക്കലി എടുത്ത് പറയാൻ മാത്രം ആരും ഇല്ല. പക്ഷേ റീസെൻ്റ്ലി ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഓക്കെ ആൻഡ് ഐ വാസ് ഗോയിങ് ത്രൂ സം പേഴ്സണൽ ഇഷ്യൂസ് ആൻഡ് ഐ ജസ്റ്റ് പോസ്റ്റഡ് എ സ്റ്റോറി ഇൻ ഇൻസ്റ്റാഗ്രാം. അപ്പം എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു. അതായത് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ പോലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ദേ മേക്ക് ഷുവർ ദാറ്റ് ഐ വാസ് ഓക്കെ ഓർ നോട്ട്. അപ്പം ഇവിടെ ഉള്ളവരല്ലത്. ഇപ്പം ഞാൻ ഒന്നിച്ച് പഠിച്ചതായിരിക്കും പണ്ടെന്തോ UK യിലും കാനഡയിലും ഒക്കെ ഉള്ളവർ. അപ്പോൾ അത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ ഓക്കെ ആണോ എന്ന് അറിയാനായിട്ട് ഫ്രണ്ട്സ് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ അത് തന്നെയാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓക്കെ അല്ലാത്തപ്പം അപ്പുറത്തെ സൈഡിൽ നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് തിങ് യു ഡു ആസ് യു വേക്ക് അപ്പ്. സോ ഞാനും എല്ലാവരും പോലെ തന്നെ എണീറ്റ ഉടനെ ഇതെടുത്തിട്ട് ഇങ്ങനെ നോക്കും. പക്ഷെ ആക്ച്വലി അത് ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ്. കാരണം നമ്മുടെ കണ്ണിനൊക്കെ അത് അഴുക്കാണ്. ഞാനും അത് പയ്യെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ഹോപ്പ് വൺ ഡേ ഞാനും അത് മാറ്റുന്നതായിരിക്കും. നമ്മൾ കുറച്ച് നേരം രാവിലെ എണീറ്റ് ബെഡിൽ തന്നെ ഒന്ന് ഇരുന്ന് റിലാക്സ്ഡ് ആയി ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് ജനലൊക്കെ തുറന്ന് നല്ല പാട്ടൊക്കെ കേട്ട് എന്നിട്ട് എനിക്കാണെങ്കിൽ ആ ദിവസമേ നന്നായിട്ട് പോകും. പക്ഷെ നമ്മൾ ഈ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം പോകുമെന്നാണ് എല്ലാവരും പറയുന്ന കേൾക്കാറുള്ളത്. അടുത്തത്, ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട്? ഉണ്ടോ? ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ലായിരിക്കും. മറ്റേ സിനിമയിലൊക്കെ പറയത്തില്ലേ, മൗനം സമ്മതമാണോ സമ്മതമല്ലേ എന്നൊക്കെ. ഡസൻറ്റ് മാറ്റർ. ദെൻ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ലവ്? എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് ഇറ്റ്സ് എ കംഫർട്ട് വിത്ത് ദാറ്റ് പേഴ്സൺ. ആക്ച്വലി അങ്ങനെ ഒരാളുള്ളത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഓക്കെ ആണോ എന്നറിയാനായിട്ട് ഒരാളുള്ളതല്ലേ. എനിക്ക് ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കോൾ ചെയ്തിട്ട് അപ്പുറത്ത് ഒരാളുണ്ട്, എന്തിനും ഒരാൾ ഉണ്ടാവും എന്നുള്ള ഒരു തോട്ട് നല്ലതാണ്. മാക്സിമം ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. ടോക്സിക് ആണെങ്കിൽ മാക്സിമം അതിൽ നിന്ന് ഇറങ്ങി പോവാന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു റിലേഷൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല. സോ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഹെൽത്തി റിലേഷൻ, നല്ല സന്തോഷമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിഷിയേറ്റ് ചെയ്ത് നമ്മുടെ വളർച്ചയിൽ അയാൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഗുഡ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു റിയാക്ട് ടു നെഗറ്റീവ് കമന്റ്സ്? ഇപ്പം നെഗറ്റീവ് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല. ഇനി ഞാൻ എന്തെങ്കിലും റീലൊക്കെ ചെയ്യുന്നതോ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് ആണോ അത് റിയാലിറ്റിയിലുള്ള നേരിട്ട് വരുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഐ തിങ്ക് ഇപ്പം റീലൊക്കെ ചെയ്യുന്ന നെഗറ്റീവ് കമന്റ്സ് ആണ് എനിക്കൊന്നും പറയാനില്ല. അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അല്ലാതെ ഇപ്പം അല്ലാത്ത ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ പറഞ്ഞു, നമുക്ക് അയാളോട് പറയാം ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ്, അല്ലെ എന്നെ പറ്റി അങ്ങനെ പറയല്ലേ. പക്ഷെ കുറെ ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും വായ അടപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ അറിയാമെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ബെറ്റർ. നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്. നെഗറ്റീവ് കമന്റ്സ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ കാര്യം മതി കരയാനായിട്ട്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചെറിയ കാര്യം എനിക്ക് പണ്ടല്ല റീസെന്റ് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാൻ വീക്കാവും, എനിക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അതല്ലാതെ ഒന്നും ഉണ്ടാവാറില്ല. അപ്പം നമ്മുടെ പേരൻസും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കി നെഗറ്റീവ് കമന്റ്സിനോട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്ന് ഓർത്താൽ മതി, എന്തെങ്കിലും അവരെ പറ്റിയും പലരും ഇങ്ങനെ ഇരുന്ന് പറയും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ എന്നോട് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഒത്തിരി അങ്ങനെ പറയാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറേ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചിലപ്പം മെഡിസിൻ കഴിച്ചാൽ മാത്രമേ കുറയുള്ളൂ. ഇപ്പം നോർമലി ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യണം. വാഷ് ചെയ്യാതിരുന്ന ഡാൻഡ്രഫ് കൂടും. പിന്നെ ഈ താളിയൊക്കെ വെച്ചിട്ട് മുടിയിൽ ഷാമ്പു ആയിട്ട് യൂസ് ചെയ്ത ഡാൻഡ്രഫ് മാക്സിമം പോവും. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം.
പിന്നെ മിനിമലിസ്റ്റിന്റെ ആന്റി ഡാൻഡ്രഫ് സെറം ഉണ്ട്, അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആക്ച്വലി അത് നല്ലതാ. കോഴിയുടെ ഭയങ്കര സൗണ്ട് അല്ലേ, ഭയങ്കര ഡിസ്റ്റർബൻസ്. അത് ആക്ച്വലി വളരെ നല്ല, അത് ലിങ്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടെങ്കിൽ ഞാനത് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി മിനിമലിസ്റ്റ്. പക്ഷെ ഭയങ്കര ശല്യമാണല്ലോ, ആന്റി ഡാൻഡ്രഫ് നോക്കിയാൽ മതി, അപ്പം അത് കിട്ടും. അതാണ് ഏറ്റവും നല്ല. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സും നമ്മൾ ഈ കാണുമ്പോൾ ഒക്കെ ജസ്റ്റ് ഇത് ചെയ്യുമ്പോൾ നല്ലതാകും എന്ന് പറഞ്ഞ് സാധനം വാങ്ങി നേരെ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം പലരുടെയും സ്കിന്ന് പലതാണ്. സോ ദർ വിൽ ബി ഡിഫറെൻറ്റ് റിയാക്ഷൻസ്. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യും. നമ്മൾ എന്ത് സാധനമാണെങ്കിലും ജസ്റ്റ് പാച്ച് ചെയ്തതിന് ശേഷം മാത്രം സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഇപ്പം എല്ലാവരും ഡോക്ടേഴ്സാണ്, എല്ലാവർക്കും എല്ലാം അറിയായതുകൊണ്ട് സോ ഇറ്റ്സ് ബെറ്റർ നോക്കിയിട്ട് വേണം ഓരോ കാര്യം ചെയ്യാൻ. നാച്ചുറൽ റെമഡീസ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഉലുവ വളരെ നല്ലതാണ് മുടിക്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ താളി, അതൊക്കെ നല്ല. പിന്നെ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് ഇൻഫ്ലുവൻസ് യു ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? സത്യം പറഞ്ഞാൽ അങ്ങനെ പേഴ്സൺ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. പക്ഷെ എൻ്റെ ഒരു ചേച്ചി ഉണ്ട്, അപർണ ചേച്ചി, എന്നോട് എപ്പോഴും പറയായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. കോവിഡ് ടൈം തൊട്ട് പറയായിരുന്നു. പക്ഷെ ഇപ്പോൾ 4 years ആയി. എൻ്റെ മടി കാരണം ഞാൻ തുടങ്ങിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ റെഡി ആകുമ്പോൾ ഒക്കെ ആണെങ്കിലും ഞാൻ ഓരോ സാധനം എടുത്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളെല്ലാം. സോ ഇറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ചൂസ്, എ വെൽ സെറ്റിൽഡ് പ്രൊഫഷണൽ ലൈഫ് ഓർ എ യൂട്യൂബ് സബ്സ്ക്രൈബർ ഓഫ് 1 million? ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, ഇന്ന് 2 ദിവസമേ ആയുള്ളൂ. അതുകൊണ്ട് എനിക്ക് 1 million ഒന്ന് ഹിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫും ഇതും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ. കാരണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലും സ്റ്റിക്ക് ഓൺ ആവില്ല. എൻ്റെ പ്രൊഫഷണൽ രണ്ടും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് ആക്ച്വലി ഞാനിപ്പം MA in HR കഴിഞ്ഞു. അപ്പം ഞാൻ ജോലി നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കോർപ്പറേറ്റ് ജോലി ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഞാനിപ്പം UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുക. എനിക്ക് കോളേജിൽ പഠിപ്പിക്കാനാണ് ഇഷ്ടം, കോളേജ് ലെക്ചർ ആവാം. കാരണം എനിക്കിങ്ങനെ സംസാരിക്കാനും റിസൈറ്റ് ചെയ്യാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ആകുവാണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഞാനിത് ഒന്നിച്ച് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ. പ്രൊഫഷൻ മാത്രം അങ്ങനെയാണല്ലോ, പാഷൻ കരിയറും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകണമെന്നാണല്ലോ. സോ ഞാനും അതേ പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ വന്ന ക്വസ്റ്റ്യൻ, ഇഫ് ഒരാളോട് ചോദിച്ചാൽ ദൈവം എൻ്റെ മുന്നേ വന്നിട്ട് 3 കാര്യം എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്ന? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹാപ്പിനെസ്, കാരണം അതാണ് ഏറ്റവും വേണ്ടത്. പിന്നെ പീസ് ആയിട്ട് ഇരിക്കുക. എനിക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് പാനിക്കായിട്ട് ഞാൻ അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് ഞാൻ പറയും. പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഈ ജാതകം അങ്ങനെയൊന്നും വിശ്വാസമില്ല. പക്ഷെ മൊത്തത്തിലൊന്ന് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നെങ്കിൽ, ഒന്നുകൂടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ ചോദിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ വാൾപേപ്പർ? ആക്ച്വലി എൻ്റെ ഫോണിലെ വാൾപേപ്പർ എൻ്റെ തന്നെ ഫോട്ടോയാണ്. ഞാനങ്ങനെ വേറെ ഇടയ്ക്ക് പിന്നെ ഞാൻ കാണാമോ, എൻ്റെ തന്നെ ഫോട്ടോ ആണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി ഇടാറുണ്ട്. ബട്ട് മോസ്റ്റ്ലി എൻ്റെ ഫോട്ടോസ് തന്നെ ആയിരിക്കും. ഇത് കണ്ടോ, ഞാൻ ഇട്ടേക്കുന്ന മൊത്തം എൻ്റെ ഫോട്ടോസാണ്. പിന്നെ വല്ലപ്പോഴും ആണെങ്കിൽ ഞാൻ ഈ ശിവന്റെ ഇതെടുക്കും. ബിക്കോസ് എനിക്ക് ശിവന്റെ ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഫോട്ടോസാണ് ഇടാറുള്ളത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു 2-3 വട്ടം ചോദിച്ചാണ് സ്കിൻ കെയർ. അത് ഞാൻ ആക്ച്വലി കമ്മിങ് വീഡിയോസിൽ ഇടാം. പിന്നെ ഞാൻ എൻ്റെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യാറുള്ളതെന്ന്, ആക്ച്വലി ഇപ്പൊ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക്. സൺഡേസ് ഡാൻസിന് പോവാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ജിം ഉണ്ട്, ഞാൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യും. വർക്ക്ഔട്ട് വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ വീട്ടിൽ അമ്മ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ ഡ്രൈവിങ്ങിന് പോവാറുണ്ട്. അങ്ങനെ അത്രയൊക്കെ ഉള്ളു എന്നെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ പഠിക്കുന്നുണ്ട്, കാരണം എനിക്ക് എക്സാം 7th സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്നുണ്ട്.
സോ അതാണ് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ്. പിന്നെ കുറച്ച് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിൻ കെയർ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇത്രയൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് വലിച്ചു നീട്ടുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. അപ്പം ദാറ്റ്സ് ഓൾ. ഇതുണ്ടോ, ഇതിനകത്ത് ഒരു ഫോട്ടോ ഉണ്ട്. ഇതെന്റെ ഡയറി. ഇതിനകത്ത് ഞാൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് ഞാനും അമ്മയും അച്ഛനും ഉണ്ട്. അവൻ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അല്ല, അവൻ ഇല്ല ഈ സമയത്ത്. പക്ഷെ ഇത് അപ്പടി പോയി ആക്ച്വലി, അല്ലേ? ശരിയാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇനിയും കൂടുതൽ സജഷൻസ് ഞാൻ ഇനി എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമന്റിലൂടെ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.